ചില കള്ളങ്ങൾ അങ്ങനെയാണ്. പറഞ്ഞവർ പെട്ടെന്ന് മറന്നു പോവുകയും കേട്ടവർ കാലങ്ങളോളം ഓർത്തു വയ്ക്കുകയും ചെയ്യും. ചിലർ ആലിപ്പഴങ്ങൾ പോലെയാണ്. നനച്ചിരിക്കാതെ കൈവെള്ളയിൽ വീണ് കൊതിപ്പിക്കും. കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് തോന്നുമ്പോൾ അലിഞ്ഞു തീരുകയും ചെയ്യും. അർഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരുത്. അത് നമുക്ക് എന്നും വേദന മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ കാണുമെന്ന് ഒരു ഉറപ്പുമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെടട്ടെ. നല്ല ഹൃദയമുള്ളവരെ തിരഞ്ഞെടുക്കുക. കാരണം 1000 മനോഹരങ്ങളായ മുഖങ്ങളേക്കാൾ മികച്ചതാണ് ഒരു മനോഹരമായ ഹൃദയം. എപ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നത്, അവിടെ നിന്നും മൗനമായി പിന്മാറണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം. ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിക്കണം. ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തതെല്ലാം മറന്നു എന്ന് അർത്ഥമില്ല. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓർത്തു വയ്ക്കുക എന്നത് നമ്മുടെ മുൻകരുതലും. ഒരാളുടെ വിജയം മാത്രം ആളുകൾ കാണുന്നു. എന്നാൽ അയാൾ അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആരും കാണുന്നില്ല. കടം കൊടുക്കുന്ന കാശും മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്നേഹവും തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ്. രണ്ടും ചിലപ്പോൾ സമ്മാനിക്കുന്നത് ശത്രുക്കളെയാകാം. നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും നമുക്കൊരിഷ്ടം കൂടുതലായിരിക്കും. കാരണം നേടാൻ കഴിയാത്തത് പലതും നമ്മുടെ സ്വപ്നങ്ങളാണ്. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാവും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറാവുക. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതിനനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളവർ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ്. ജീവിതത്തിൽ സംഭവിച്ചതിൽ ഒരിക്കലും പശ്ചാത്തപിക്കരുത്. അത് മാറ്റാനോ പഴയപടി ആക്കാനോ മറക്കാനോ കഴിയില്ല. അതുകൊണ്ട് അതൊരു പാഠമായി എടുത്ത് മുന്നോട്ട് പോവുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന നമ്മുടെ ഓരോ കുഞ്ഞു സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളായിരിക്കും. ആകസ്മികമായി ആരെയും നിങ്ങൾ കണ്ടുമുട്ടാറില്ല. അവിടെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. ഒന്നുകിൽ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല. എന്നാൽ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെ പോലും ഭയമില്ലാതെ നേരിടാം. എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്.